ജീവിതത്തിൽ ഇരുട്ട് ഭയപ്പെടുന്നുണ്ടോ? ജീവിതം ഇതുമായിട്ട് എന്താ കാര്യം? ജീവിതത്തിലെ ഇരുട്ടിനെ ഭയപ്പെടുന്ന ആളുകളുണ്ടല്ലോ. ഇരുട്ടിനെ എല്ലാവർക്കും പേടിയല്ലേ? അവിടെ പോയിട്ട് എന്തെങ്കിലും പറ്റിയാലോ? എനിക്ക് ആരെയും പേടിയില്ല, നിങ്ങളെയൊക്കെ ഉള്ളു പേടി. നമസ്കാരം. പിന്നോട്ടാണോ? അതെ അതെ. കഴിഞ്ഞ ദിവസം മമ്മൂക്ക കൊടുത്ത ഒരു അഭിമുഖത്തില് മമ്മൂക്കയോട് ചോദ്യം ചോദിച്ചായിരുന്നു. ഒരു ജോലി സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ മടുക്കാറില്ല എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമായിരുന്നു. ഞാൻ ഒരേ ജോലിയല്ല ചെയ്യുന്നത്, ഓരോ ദിവസം ഓരോ കഥാപാത്രമാണ്, ഓരോ സ്ഥലങ്ങളാണ്, ഓരോ അച്ഛനും അമ്മയാണ്, ഓരോ ജോലിയാണ്. അപ്പം അത് ശരിക്കും പറഞ്ഞ ഒരു ആക്ടറിനെ സംബന്ധിച്ച് കിട്ടുന്ന ഒരു ഭാഗ്യം കൂടിയാണ്. പക്ഷേ ദൃശ്യത്തിൽ താങ്കളുടെ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ 13 വർഷങ്ങൾക്ക് ശേഷം പിന്നെയും അതേ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ അതേ പെയിൻ, അതേ ട്രോമ, അതേ ടെൻഷൻ, എങ്ങനെയാണ് അത് ഓവർകം ചെയ്യുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് കഥാപാത്രത്തിലേക്ക് കയറുന്നത്? അല്ല, ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷെ 13 വർഷം അത്രയും സമയമുണ്ട് അല്ലേ? ഒരു സിനിമ കഴിഞ്ഞിട്ട് 5-6 വർഷം കഴിഞ്ഞായിരുന്നു അടുത്ത സിനിമ. അത് സംഭവിക്കാണ്, നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്തല്ലേ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 5 വർഷം കഴിഞ്ഞാണ് അടുത്ത സിനിമ. അപ്പോൾ അതിലൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ ആദ്യം ഈ ദൃശ്യം, ഇപ്പം ജിത്തു പറഞ്ഞതുപോലെ ദൃശ്യം 1 പോലല്ല ദൃശ്യം 2, ദൃശ്യം 2 പോലല്ല ദൃശ്യം. അപ്പോൾ ആ ക്യാരക്ടേഴ്സിന്, ബാക്കി ക്യാരക്ടേഴ്സിനൊക്കെ ഗ്രോത്ത് ഉണ്ടെങ്കിലും ഇയാൾക്കും ഗ്രോത്ത് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാൾ കുറച്ചുകൂടെ ഫിലോസഫിക്കലാകുന്നു, സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നത് എനിക്ക് തോന്നിയത് കൊണ്ടാണ് പറഞ്ഞത്. അതൊരു മടുപ്പായിട്ട് ഒരിക്കലും തോന്നാൻ കാര്യമില്ല. കാര്യം ജോർജ് കുട്ടിക്ക് മടുപ്പ് വന്നു കഴിഞ്ഞാൽ ഈ സിനിമ നടക്കില്ല, ഈ കഥ നടക്കില്ല, ഈ കുടുംബം നടക്കില്ല. അതുകൊണ്ട് ഒരിക്കലും, പിന്നെ നമുക്കങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഫഷനോട് ഒരു മടുപ്പ് തോന്നിയാൽ, അങ്ങനെ തോന്നാതിരിക്കട്ടെ, അങ്ങനെ തോന്നിയാൽ അത് നിർത്തുകയാണ് വേണ്ടത്. കാര്യം ആ മടുപ്പ് മറ്റുള്ളവരിലേക്കും എല്ലാം പടരും. ഒരുപാട് പേർക്ക് അങ്ങനെയാണ്. പലർക്കും ഇഷ്ടമല്ലാത്ത ജോലി ചെയ്യുമ്പോൾ അവരത് പ്രകടമായി കാണിക്കും. പക്ഷേ ഒരു പെർഫോമർക്ക് അതൊരിക്കലും സാധിക്കില്ല. ഞാൻ എൻ്റെ സിനിമകൾ 48 വർഷമായിട്ട് ഞാൻ സിനിമയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏത് സിനിമയായാലും ഞാൻ ഏറ്റവും പുതിയ ഒരു സിനിമ ചെയ്യുമ്പോഴും ആദ്യത്തെ സിനിമ പോലുള്ളൊരു ഭയം എനിക്കുണ്ട്. ഇത് കള്ളത്തരമല്ല പറയുന്നത്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. കാര്യം ആ ഒരു ഫയർ, ആ ഒരു ഡിസയർ, ആ ഒരു ആത്മാർത്ഥത എല്ലാം വെച്ചിട്ടാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അതുകൊണ്ട് പല ആക്ടേഴ്സിന് അങ്ങനെ എന്താണ്, നമ്മുടെ വിദേശത്ത് പല ആക്ടേഴ്സും സൂയിസൈഡ് വരെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാര്യം ഇതിൻ്റെ ഒരു ഹൈറ്റിൽ പോയിട്ട് ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു തരം ഡിപ്രഷനിലേക്ക് പോകുന്ന ആക്ടേഴ്സുണ്ട്. പക്ഷെ അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇപ്പം സന്തോഷമായിട്ട് പോവാണ്. ഇങ്ങനെ തന്നെ അടിച്ചടിച്ച് പോക്കോട്ടെ. ഞാൻ ജോർജ് കുട്ടി ഒരുപാട് ടെൻഷനും ഒരുപാട് സ്ട്രെസ്സൊക്കെ, ജോർജ് കുട്ടിക്ക് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് 13 വർഷം കഴിഞ്ഞു. അപ്പം ജോർജ് കുട്ടി എന്താണ് ഇപ്പോൾ ഇത്ര ചെറുപ്പമായിട്ടിരിക്കുന്നത്? ചിലർക്ക് ടെൻഷനും സ്ട്രെസ്സും വന്ന് അങ്ങനെ ആവും. അസത്യം, തമാശ പറഞ്ഞല്ല. ജോർജ് കുട്ടി എങ്ങനെ ഇരിക്കുന്നു പറഞ്ഞാൽ നമുക്ക് 4-5 ഒക്കെ ചെയ്യണ്ടേ? അപ്പം നമ്മൾ ജോർജ് കുട്ടി നല്ല മിടുക്കനായിരിക്കണ്ടേ? മിടുക്കനായിരിക്കുന്നതേ ഉള്ളൂ. ജോർജ് കുട്ടിയല്ല, മോഹൻലാലാണ് ഇരിക്കുന്നത്. അത് ഈ ദൃശ്യം എന്ന് പറയുന്ന ഈ ഒരു 3 പടങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഈ 2 പടങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴും ഒരു പ്രധാന പരാതി വന്നത്, അല്ലെങ്കിൽ വിമർശകരൊക്കെ പറയുന്നത്, ഇത് ഒരു ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാർക്ക് ഇതൊരു ഗൈഡാണ് എന്നുള്ള രീതിയിലൊരു അഭിപ്രായം വന്നിരുന്നു. അപ്പൊ ഈ ഒരു തോട്ടിനോട് ഇപ്പൊ ലാലൻ എന്താണ് പറയാനുള്ളത്? ഈ ചോദ്യത്തോട് അങ്ങേക്ക് എന്താണ് ഉത്തരം പറയുന്നത്? അങ്ങേക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ശരിക്കും അത് ക്രിമിനൽ മൈൻഡ് ഉള്ളവർക്ക് അത് ആ രീതിയിൽ ചിന്തിക്കാം. അതെ, അതാണ് കാര്യം. ജോർജ് കുട്ടിയുടെ ക്രിമിനലായിട്ട് ഞാൻ ഇതുവരെ ഒരിക്കലും അങ്ങനെ, പിന്നെ ഇതൊരു സിനിമയാണ്, ഒരു മേക്ക് ബിലീഫാണ്. അങ്ങനെ സാധിച്ചു എന്നുള്ള, ഞാൻ 10-20 വർഷമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പിടിക്കപ്പെടാം. അങ്ങനെ പോലീസിനെ കബളിപ്പിച്ചൊന്നും നടക്കില്ല. ഇപ്പോൾ സ്ഫടികം എന്നുള്ള സിനിമ ഇറങ്ങിയിട്ട്
ആൾക്കാർ കൊണ്ടുപോയി പോലീസുകാരുടെ തലയിൽ ഇടിച്ച് സൂപ്പ് കഴിക്കുക അവന്മാരെ. അപ്പം അങ്ങനെ ഒരു സിനിമ കൊണ്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ അയാൾ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തില്ല. അയാളുടെ കുടുംബത്തെ സേവ് ചെയ്യാനായിട്ട് അയാൾ ശ്രമിച്ചു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ജോർജ് കുട്ടി ഒന്നും പ്ലാൻ ചെയ്തതല്ല. അയാൾ ചെയ്തത് ഭാഗ്യവശാൽ ശരിയായി മാറിയെന്നുള്ളതാണ്. അയാൾ പിടിക്കപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തത്. അയാൾ ചാൻസ് എടുക്കുകയാണ്, പോസിബിലിറ്റി. അതിൽ അയാൾ സക്സസ്ഫുള്ളായി. അല്ലാതെ ഒരു മർഡർ കമ്മിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇപ്പോൾ ഈ ദൃശ്യം ഇറങ്ങുന്നതിന് മുമ്പേ ഇതുപോലെ എത്രയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എത്രയോ സാധാരണ പല വീടുകളിലും ഒരു മർഡർ വല്ലതും നടന്നാൽ ആദ്യം പോയി നോക്കുന്ന സെപ്റ്റിക് ടാങ്കിലാണ്. അവിടെ തന്നെ അവർ കുഴിച്ചു. അത് ആദ്യമായിട്ടൊന്നുമല്ല. അപ്പോൾ ഈ ദൃശ്യം സിനിമ കണ്ടിട്ട് അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് പറയാൻ പറ്റും. കാര്യം അത്തരത്തിൽ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യും ആൾക്കാരെ. അപ്പം അതിലുള്ള മറ്റ് ബന്ധങ്ങളെയും കൂടെ നിങ്ങൾ കാണണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അയാൾ ഒരു ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഏതറ്റം വരെ ഞാൻ പോകും. അങ്ങനെ ഒരു ആൾ പറഞ്ഞിട്ട് ഒരു മേക്ക് ബിലീഫാണ്. ഇതൊരു കഥയാണ്. അത് നടന്ന സംഭവം അല്ലെങ്കിൽ ഇതുപോലെ ദൃശ്യം പോയിട്ട് ഒരു പരിപാടി കഴിഞ്ഞാൽ പോലീസ് പിറ്റേ ദിവസം പൊക്കിക്കൊണ്ടു പോകും. അതുകൊണ്ട് ആരും അതിനെ ശ്രമിക്കണ്ട. താങ്ക് യു. ഇപ്പം ദൃശ്യം 1ഉം 2ഉം കാണുമ്പോൾ ഇപ്പം 2 ഫാമിലിയുടെ കഥയാണെന്ന് പറഞ്ഞു. ഇപ്പം ചേട്ടൻ്റെ ഫാമിലി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഗീതാ പ്രഭാകരൻ്റെ ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നും ഓക്കെ ഇവരുടെ മകൻ വരുണ് ചാവണ്ടവനായിരുന്നു എന്ന് ചിലപ്പോഴൊക്കെ തോന്നിയിരിക്കാം. പക്ഷെ സിദ്ദിഖിക്കയുടെ ക്യാരക്ടർ കാണുമ്പോൾ നമുക്കൊരിക്കലും ഇദ്ദേഹത്തിൻ്റെ മകൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ലായിരുന്നു നമുക്ക് തോന്നിപ്പോകും. അപ്പം ലാലേട്ടൻ നേരത്തെ പറഞ്ഞു ജോർജ് കുട്ടിയെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നത് സിദ്ദിഖിക്കയുടെ ക്യാരക്ടറിനെ ഈ സങ്കടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇക്കയ്ക്ക് ഇപ്പൊ 3 ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥയും അടുത്ത ഭാഗം ഉണ്ടാവുമെന്ന് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിലും ഇങ്ങനെ നിങ്ങൾ സങ്കടപ്പെടാനായിരിക്കുമോ ചാൻസ്? എന്താണ് തോന്നുന്നത്? എന്നാലും ഇപ്പൊ ഈ ചോദ്യം ജിത്തു കേട്ടിട്ടുണ്ട്. അപ്പോ ദൃശ്യം 4-ൽ ഇതിനുള്ളൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓരുടെ കാര്യത്തിന് തീരുമാനമൊന്നും ആയിട്ടില്ല. തീരുമാനിക്കുകയാണെങ്കിൽ നീ ഇഷ്ടംപോലെ സമയമുണ്ട്. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ അതിൻ്റെ ഒരു ചിന്തകൾ തുടങ്ങുന്നത്. അപ്പൊ എന്തായാലും ദൃശ്യം 4 ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. ഞങ്ങളൊക്കെ എന്തായാലും ഇത് ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്. ഈ ഒരു ദൃശ്യം സിനിമയുടെ ആദ്യ ഭാഗത്തിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് ഇത്രയും വലിയ ഭാഗ്യമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. നമുക്ക് ഈ സിനിമയുടെ കൂടെ ഇത്രയും സഞ്ചരിക്കാൻ സാധിച്ചു എന്നൊക്കെ പറയുന്നത്. ചോദ്യത്തിലേക്ക് വരാം. ഇത് പല കുടുംബത്തിലും ഉള്ളൊരു പ്രശ്നം തന്നെയാണ്. ചിലപ്പോൾ അച്ഛൻ്റെ സ്വഭാവം വളരെ നന്നായിരിക്കും, അമ്മയുടെ സ്വഭാവം ചിലപ്പോൾ ആൾക്ക് അത്ര ഇഷ്ടമല്ലാത്തതുണ്ടാവും, തിരിച്ചുണ്ടാവും. വളരെ നല്ല സ്വഭാവമുള്ള അമ്മയും ആകെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന അച്ഛനും ഉണ്ടാവും. ഇവർക്ക് ഉണ്ടാവുന്ന മക്കളുണ്ടാവും. ആ മക്കൾക്ക് ചില പ്രോബ്ലംസ് ഉണ്ടാവും. എപ്പോഴും ശരിക്കും നമ്മൾ അച്ഛനും അമ്മയുമായിട്ട് ഏറ്റവും തുറന്ന് സംസാരിക്കുന്ന, അച്ഛനും അമ്മയും ഏറ്റവും അധികം സ്നേഹിക്കുകയും മക്കളുടെ കൂടെ നിന്ന് അവരുടെ വളർച്ചയിൽ അവരോടൊപ്പം നിൽക്കുന്ന മക്കളാണ് ചിലപ്പോൾ എപ്പോഴും കൂടുതൽ നല്ല സ്വഭാവം കാണിക്കുന്ന മക്കൾ. അപ്പോൾ അങ്ങനെ ഒരു മകനെ വളർത്തിയെടുക്കാൻ ഈ കുടുംബത്തിന് സാധിച്ചില്ല. അവൻ എവിടെയോ ഒരു പിഴവ് പറ്റിപ്പോയി. അതിന് കിട്ടിയ ശിക്ഷ പോലെയാണ് നമ്മൾ ദൃശ്യം 1-ൽ കാണിച്ചിട്ടുള്ളത്. അതേ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് ദൃശ്യം 2-ൽ വന്നത്. ദൃശ്യം 3-ൽ എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതല്ലേ നല്ലത്. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ അതിനെപ്പറ്റി തുറന്ന് പറയണമെന്നുണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ ചില പോർഷൻസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടി, ഞാൻ കണ്ടിട്ടുമില്ല. അപ്പം ദൃശ്യം 3 21-ാം തീയതി വരാൻ വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത്. എന്നിട്ട് വേണം പ്രഭാകരന് നീതി കിട്ടുമോ, ഗീതാ പ്രഭാകരന് നീതി കിട്ടുമോ, അതോ ഇപ്പോഴും ജോർജ് കുട്ടിക്ക് തന്നെയാണോ നീതി എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ നമുക്ക് 21-ാം തീയതി തീരുമാനിക്കാം. ജിത്തു സാറേ, ഈ മലയാളം ദൃശ്യവും ഇപ്പൊ മലയാളം ദൃശ്യം 3 അതുകൊണ്ട് ഹിന്ദിയും ഉണ്ട്. ഈ മലയാളവും ഹിന്ദിയുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമ്മള് സിനിമയില് സബ്ജക്റ്റില് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഭാഷയിൽ തന്നെ വ്യത്യാസം. അതെനിക്ക് ഉറപ്പ് തന്നെ. നമ്മള് ദൃശ്യം ഫസ്റ്റ് ചെയ്തപ്പോഴും സെക്കൻഡ് ചെയ്തപ്പോഴും ഹിന്ദിയിൽ ആക്ച്വലും നമ്മുടെ ഇവിടെ ചെയ്യുന്ന പോലെ ഫുള്ളായിട്ട് അവർക്ക് അവിടെ അഡാപ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ട്. ഓഡിയൻ ടേസ്റ്റ് ഈസ് ഡിഫറെൻറ്റ്. സോ ദേ ഹാവ് ടു മേക്ക് സം ചേഞ്ചസ്. അതെപ്പോഴും ഉണ്ട്. 3 വന്നപ്പം ദേ റെഡ് ദ സ്ക്രിപ്റ്റ് ആൻഡ് ദേ ആസ്ക് ഫോർ സം ചേഞ്ചസ് ബിക്കോസ് അവരുടെ ഒരു ടേസ്റ്റും ഇതൊക്കെ കുറച്ച് ഡിഫറെൻ്റാണ്. നമ്മുടെ ഓഡിയൻസ് എടുക്കുന്ന പല കാര്യങ്ങളും അവരുടെ ഓഡിയൻസിന് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. സോ ഞാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെതായ ചേഞ്ചസ് അവർ ദൃശ്യം 3-ൽ ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ്റെ ജീവിതത്തിൽ ഇരുട്ടിനെ പേടിയാണോ? ഇതിൽ കുറെ പേടി കാണുന്നു, ഭയം കാണുന്നു. ലാലേട്ടന് ജീവിതത്തിൽ ഇരുട്ടിനോട് ഭയമുണ്ടോ? ഈ സിനിമയിൽ നമുക്ക് ഭയപ്പാട് കാണുന്നു, എന്നാൽ എല്ലാം ഉള്ളിൽ ഒതുക്കി വെക്കുന്നു.
എന്നിട്ട് പള്ളിയിൽ കൂടുതൽ സമയം പള്ളിയിൽ പ്രാർത്ഥനയിൽ പോകുന്നു. ജീവിതത്തിൽ ഇരുട്ട് ഭയപ്പെടുന്നുണ്ടോ? ജീവിതം ഇതുമായിട്ട് എന്താ കാര്യം? ജീവിതത്തിലെ ഇരുട്ടിനെ ഭയപ്പെടുന്ന ആളുകളുണ്ടല്ലോ. ഇരുട്ടിനെ എല്ലാവർക്കും പേടിയല്ലേ, അവിടെ പോയിട്ട് എന്തെങ്കിലും പറ്റിയാലോ? അല്ലല്ല, അങ്ങനെയാണ്. പക്ഷെ ഇരുട്ടിനെ അല്ല. ഇരുട്ടെന്ന് പറയുന്നത് ഭയങ്കര സംഭവമല്ലേ. ഇരുട്ടിൽ നിന്നാണ് വെളിച്ചം ഉണ്ടാകുന്നല്ലേ. ജോർജ് കുട്ടിക്ക് എല്ലാത്തിനെയും പേടിയാണ്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, അയാള് നമ്മുടെ സിനിമയിൽ ഇരുട്ടല്ല, അയാൾക്ക് ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും അയാൾക്ക് പേടിയാണ്. ഒരു അപരിചിതനെ വീടിൻ്റെ അടുത്ത് കണ്ടാൽ അയാൾക്ക് പേടിയാണ്. അയാൾ അതുകൊണ്ട് തുറന്ന് പറയുന്നുണ്ട്, എനിക്ക് ഭയമാണ്. അത് എന്തിനെയാണെന്ന് അയാൾ പറയുന്നില്ല. ഇരുട്ടത്തൊക്കെ അയാൾ ഇറങ്ങി നടക്കും, അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഇരുട്ടിനെ മാത്രമല്ല അയാൾക്ക് പേടി, അയാൾക്ക് വെളിച്ചത്തിനെ പേടിയാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അയാൾ ശ്രമിക്കുന്നത്. എനിക്ക് ഇരുട്ടിനെ പേടിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്ക് ആരെയും പേടിയില്ല, നിങ്ങളെയൊക്കെ ഉള്ളു പേടി. ഒരു ശബ്ദം ഇവിടെ ലാലേട്ടൻ റിയൽ ലൈഫിൽ വളരെ നല്ലൊരു ഫാദർ ആണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ജോർജ് കുട്ടിയിലേക്കും റെസണേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ലാലേട്ടന് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അങ്ങനെ ഉണ്ടല്ലോ, എനിക്കൊരു മകളല്ല ഉള്ള. അപ്പം ഈ കുട്ടികളുമായിട്ട് ഞാൻ അവരുമായിട്ടൊന്നും അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ പിള്ളേരുമായിട്ടൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ഓരോ തമാശകൾ പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനുള്ള സ്വാതന്ത്ര്യം അവരെ എനിക്കും തന്നിട്ടുണ്ട്, ഞാൻ അവർക്കും കൊടുത്തിട്ടുണ്ട്. അതപ്പോൾ ഈ സിനിമയിൽ മാത്രമല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ അത് മലയാള സിനിമയിൽ വളരെ കുറച്ച് ആക്ടേഴ്സേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ പോലെ തന്നെയാണ്. കഴിഞ്ഞ 13 വർഷമായിട്ട് ഇത് രണ്ടിനെ കൊണ്ട് നടക്കില്ലേ. ആ ചെറുതിനെ ഈ സിനിമയിൽ പറഞ്ഞില്ല, ആ ചെറുതാണ് ഏറ്റവും വലിയ കുഴപ്പമെന്ന്. ഈ സിനിമയിൽ ഞാൻ പറഞ്ഞതല്ല, എന്നെ കൊണ്ട് ജിത്തു പറയിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു പരിധി വരെ സത്യമാണ്. മാം, ദൃശ്യം 2 നോക്കിക്കഴിഞ്ഞാൽ മാമിന്റെ ക്യാരക്ടറിൽ നിന്നാണ് വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുന്നത്. കുറെ ട്വിസ്റ്റും കാര്യങ്ങളും മാമിന്റെ ക്യാരക്ടറിൽ ഉണ്ടാകുന്ന ആ ഒരു അബദ്ധത്തിൽ നിന്നാണ്. ഇപ്പം ദൃശ്യം 3ലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള അബദ്ധങ്ങളൊന്നും പറ്റാതിരിക്കാൻ നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ട്, തീർച്ചയായിട്ടും നോക്കിയിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ഇനിയും വേണമെങ്കിൽ യു ഹാവ് ടു വെയിറ്റ് ടിൽ May 21st. അത്രയേ ഉള്ളൂ, അത്രയും പറയാൻ പറ്റും. അല്ലാതെ വീണ്ടും ഈ ഒരു ടീമിനോടൊപ്പം അഭിനയിച്ചതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുകയാണെങ്കിൽ. That is always a pleasure, coming back and ഇവരോടൊപ്പം the characters, ലാലേട്ടൻ, പിന്നെ മക്കള്, പിന്നെ എല്ലാവരും the full unit, പിന്നെ ആ വീട് എല്ലാം it's like going back to it's like a reunion പോലെ. വളരെ നന്നായി, it's a very beautiful feel ആണ് അത്. It's always a pleasure to be as Rani and meet George Kutti and പിള്ളേര് എല്ലാവരും. അതിന്റെ ഒരു ബൈലൈനായിട്ട് കൊടുത്തിട്ടുള്ള ഒരു സംഭവം ആ ഒരു സിനിമയിലെ ഒരു കോറിനെ എടുത്ത് കാണിക്കുന്നത് 1 2 വെച്ച് നോക്കുമ്പോൾ എടുത്ത് കാണിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോ 1 ദൃശ്യം വിഷ്വൽസ് ക്യാൻ ബി എന്താ പറയാ റിസീവിങ്, അതുപോലെ തന്നെ ദൃശ്യം 2 റിഡംഷൻ, ഇത് രണ്ടും ആ ഒരു ബൈലൈനെ എന്താ പറയാ സാധൂകരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ദൃശ്യം 3ന്റെ ബൈലൈനായിട്ട് പാസ് നെവർ സേസ് സൈലന്റ് എന്നാണ്. അപ്പോ അത് എങ്ങനെ, അതിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും സ്പോയിലർ അല്ല എന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുമോ? അതിനെക്കുറിച്ച് അധികം പറഞ്ഞാൽ പ്രശ്നമാണ്. ബേസിക്കലി നമ്മൾ ചെയ്തു വെച്ച ഒരു കാര്യം, നമ്മൾ ലൈഫ് മുന്നോട്ട് പോയി, പക്ഷെ അത് പാസ്റ്റിലൂടെ കിടപ്പുണ്ട്. അത് ചിലപ്പോൾ ഫ്യൂച്ചറിലേക്ക് വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ കണക്ട് ചെയ്ത് വരാം. ഒന്നല്ല, ചിലപ്പോൾ പല പല പ്രശ്നങ്ങളുണ്ടാവും. കാരണം ജോർജ് കുട്ടിയുടെ ഈ ഒരു ഇൻസിഡന്റ് തൊട്ടുള്ള ഇങ്ങോട്ടുള്ള ഒരു ലൈഫില് വലിയ കോംപ്ലിക്കേറ്റഡ് ആണ്, പറയാൻ വലിയ ബുദ്ധിമുട്ട്. ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് ദ പാസ്റ്റ്. എന്താ അറിയണ്ടേ അല്ലേ? എന്താ പ്രശ്നം എന്നറിയണം, 3ലെ പ്രശ്നം എന്താണെന്നറിയണം. അതാണ് ഫിയർ എന്ന് പറയുന്ന ഫാക്ടർ. അതാണ് ഇവരെ രക്ഷിക്കാനുള്ള തത്രപ്പാടില് കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിലെന്തോ തിരിച്ചു വരുവാണോ എന്താണോ എന്നുള്ള അയാളുടെ ഫിയറാണത് ഈ സിനിമ. അത് ഒന്നല്ല, പല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടെന്ന് പുള്ളിക്ക് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ റിയൽ ആണോ അല്ലയോ
അതൊക്കെയാണ് ജോർജ് കുട്ടി ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. അതാണ് ഞാൻ കുറച്ച് ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞത്, അറിയില്ല ആരാണെന്ന് അല്ലെങ്കിൽ എന്താണെന്ന്, എന്താ പ്രശ്നം എന്നുള്ളത്. അതാണ് പുള്ളിനെ ഒരു ഇരുട്ടിൽ തപ്പുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക്. അല്ല, സാധാരണ ലാലേട്ടന്റെ റെക്കോർഡുകളൊക്കെ ലാലേട്ടത്തിനാണ് പൊട്ടിക്കാറ്. അപ്പോ ഇതൊരു പുതിയ റെക്കോർഡ് തൂക്കുമോ? പിന്നെ ഇപ്പം 100, 200, 300 കോടി ക്ലബൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു 500 കോടി ക്ലബിലേക്ക് എത്താൻ പറ്റുമോ? അനിയൻ്റെ നാക്ക് പൊന്നായിരിക്കട്ടെ അല്ലേ? അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് ഒരു സിനിമ എടുത്തിട്ടില്ല, അത് അബദ്ധത്തിൽ പറ്റിപ്പോന്ന. ഇത് നല്ല സിനിമയായിരിക്കും, അതിൻ്റെ ഒരു അത് ഏറ്റവും അങ്ങനെ സംഭവിക്കട്ടെ. അതിന് എപ്പോഴും അങ്ങനെയല്ലേ, ഒരു സിനിമ എടുക്കുമ്പോൾ ഇത് ഏറ്റവും നന്നായിട്ട് ഓടണം, ഇത് എത്ര ആൾക്കാർ കാണണം എന്ന് വെച്ചാണ് സിനിമ എടുക്കുന്നത്. പിന്നെ ആ സിനിമയ്ക്ക് ഒരു ജാതകമുണ്ട്, അതനുസരിച്ച് മനുഷ്യരെ പോലെ അല്ലാതെ നല്ല മെടുക്കലായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ മോശമായിരിക്കും. അപ്പം അതുപോലെ സിനിമയ്ക്ക് ഒരു ജാതകമുണ്ട്, അതിൽ വിശ്വസിക്കുന്നത് ഒരു 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 മാജിക്കാണ്, ഒരു റെസിപ്പിയാണ്, ഒരു സീക്രട്ട് റെസിപ്പിയാണ്, ആർക്കും അറിയാത്തത്. അതുകൊണ്ട് നമ്മൾ 500 കോടി ഇല്ലെങ്കിൽ ഒരു 100 കോടി അങ്ങനെയല്ല. അതുകൊണ്ട് ആ ചോദ്യം വളരെ രസകരമായിരുന്നു. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം, എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി നേരുന്നു. അത് പറയാൻ കാരണം എനിക്ക് തൊടുപുഴ പോകണം, രാവിലെ ഷൂട്ടിംഗ് ഉള്ളതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് സ്പേസ്, യുവർ പേഷ്യൻസ്. താങ്ക് യു ഡോക്ടർ. I think you can go back and continue your activities. And thank you for our patience. Thank you very much.